ആ ഇടിയൻ എന്നെ ഇടിച്ചടാ. എനിക്ക് അവനെ തിരിച്ചടിക്കണം. അത് വേണോ? ഇരുട്ടത്ത് ആരും അറിയാതെ ഒന്ന് കൊടുക്കാം. ഓ, ഇരുട്ടടി. വഴിയുണ്ടെങ്കിലേ ആ മറുതപ്പാറയുടെ മറുവിൽ പതുങ്ങി നിന്ന് ഒരടി കൊടുക്കാം. ഹിഹി, അത് ബലെ. ആനമറുതയുടെ പ്രേതമാണെന്ന് വിചാരിച്ച് ഇടിയൻ പേടിക്കും. പക്ഷെ ഒറ്റയ്ക്ക് അവിടെ ചെന്ന് നിൽക്കാൻ എനിക്ക് പേടിയാടാ. പേടിയാണെങ്കിൽ ഈ വിക്കുണ്ണിയെ കൂടി കൂട്ടിക്കോ. എനിക്ക് പേടിയില്ല. അങ്കിളെ, ഇടിയൻ വരുന്നുണ്ട്, റെഡിയായി നിൽക്ക്. മുഖം മൂടി ശരിക്ക് വെക്കടാ, കാണുമ്പോൾ തന്നെ അവൻ പേടിക്കണം. അമ്മേ, അയ്യോ, പ്രേതം. ആനമറുതയാ, ഓടിക്കോ. വിക്കുണ്ണി ദുർബല, മനസ്സിലായടാ. നിക്കടാ അവിടെ. പൊരുത്തം കെട്ടവനെ, എന്തിനാടാ ഡയലോഗ് ഇട്ടത്? ഒരെഫക്റ്റിനാ. അങ്കിളെ, റിപ്പർ ഇറങ്ങിയിട്ടുണ്ട്. അതേതാ പുതിയൊരവതാരം? കിടന്നുറങ്ങുന്നവരെ കണ്ടാൽ തലക്കടിച്ചു കൊല്ലും, അതാ ഹോബി. ഓഹോ, ഇത് എല്ലാവരെയും അറിയിക്കണോടാ. പ്രത്യേക അറിയിപ്പ്, എല്ലാവരും ഗുഹയിൽ കിടന്നുറങ്ങണം. തുറസായ സ്ഥലത്ത് ഉറങ്ങുന്നവരെ റിപ്പർ തലക്കടിച്ചു കൊല്ലും. എടാ, റിപ്പറിനെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയും? കയ്യിൽ എപ്പോഴും ഒരു ചുട്ടികയുണ്ടാകും. വന്നേടാ, നമുക്കൊന്ന് കറങ്ങാം. ആരെങ്കിലും വെളിയിൽ കിടന്നുറങ്ങുന്നുണ്ടോന്ന് നോക്കാം. ദേ, ഒരുത്തൻ മരച്ചോട്ടിൽ കിടന്നുറങ്ങുന്നു. അനിയ, ഗുഹയിൽ പോയി കിടന്നുറങ്ങൂ, ഇല്ലെങ്കിൽ തല കാണില്ല. എനിക്ക് ഗുഹയില്ല. പാവം, നീ ഇന്നു മുതൽ എന്റെ ഗുഹയിൽ താമസിച്ചോ. താങ്ക് യു ചേട്ടാ. വേഗം വാ, ഇരുട്ടാറായി. ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ ചുട്ടികയൊന്ന് എടുത്തോട്ടെ. ഓടിക്കോ, ഇവനാ റിപ്പർ. നല്ല കാറ്റുണ്ട്, ഇവിടെ വിശ്രമിക്കാൻ പറ്റിയ സ്ഥലമാ. ശരിയാ, എന്നും ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ വന്നിരിക്കണം. എത്ര സുന്ദരമായ സ്ഥലം. അതെ അതെ. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. ഇവിടെ ഇരുന്നാൽ കഥ എഴുതാൻ തോന്നും. അത് പറഞ്ഞപ്പോഴാ പഴയ ഒരു കഥ ഓർമ്മ വന്നത്. കഥയല്ല, നടന്ന സംഭവമാണ്. പണ്ട് ഞാൻ ഡെറാഡൂണിലായിരുന്നപ്പോൾ തുടങ്ങി. ഇതുപോലൊരു സ്ഥലത്ത് വെച്ചൊരു ഭയങ്കരൻ മുതല എന്നെ വിഴുങ്ങാനെത്തി. ഞാൻ ആരാണെന്ന് അവനുണ്ടോ അറിയുന്നു. മൂക്ക് നോക്കി ഒരു കിക്ക് കിക്കി. മൂന്നാമത്തെ കിക്കിന് ഞാൻ അവനെ തറ പറ്റിച്ചു. എല്ലാവരും പോയോ? ഞാൻ പോയിട്ടില്ല. താനാരാ? ഓർമ്മയില്ലേ, ഞാൻ ഡെറാഡൂണിലെ മുതല. ഇക്കഴിഞ്ഞ മൃഗത്തെരഞ്ഞെടുപ്പിൽ വിജയിച്ച നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ദുർബലൻ അവറുകൾ ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരുന്നു. ആരാധകരെ, ശാന്തരാകൂ. ഇവനൊക്കെ ആരാ വോട്ട് ചെയ്തത്? ചേട്ടൻ വോട്ട് ചെയ്തില്ലേ? ഞാൻ പോളിംഗ് ബൂത്തിലെത്തിയപ്പോഴേക്കും രാത്രിയായി. നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഏതു സമയത്തും എപ്പോൾ വിളിച്ചാലും ഏത് ഇടാകൂടത്തിലും ഞാൻ തലയിടും. കേറിയും പാമ്പും തമ്മിൽ കടിപിടി കൂടിയാൽ താങ്കൾ ആരുടെ പക്ഷത്തു നിൽക്കും? നീതിയുടെയും ധർമ്മത്തിന്റെയും പക്ഷത്തു നിൽക്കും. എന്ന് വച്ചാൽ സൂത്രത്തിൽ മുങ്ങുമെന്ന്. സിംഹവാലൻ കുരങ്ങാ. ആരാടാ എന്നെ ഇരട്ടപ്പേര് വിളിച്ചത്? എണ്ണാറക്കണ്ണനാ. നിന്നെ ഞാൻ... അയ്യോ, രക്ഷിക്കണേ.